ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റ് ഹോൾ ടിക്കറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കേട്ടറ്റ് അഡ്മിറ്റ് കാർഡ്. നമുക്കറിയാം ഇന്നലെ കേട്ടറ്റിന്റെ അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കമൻസുകൾ കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആൻസർ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുവാണ്. നമ്മൾ കേട്ടറ്റിന്റെ ഒഫീഷ്യൽ സൈറ്റ് ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ കേട്ടറ്റിന്റെ ഒഫീഷ്യൽ സൈറ്റ്, കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ്. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് കേട്ടറ്റ് ഡിസംബർ 2025 അഡ്മിറ്റ് കാർഡ് പബ്ലിഷ്ഡ്. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടതാണ്. ഞാൻ ഈ സൈറ്റിലെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കേട്ടറ്റിന്റെ ഒഫീഷ്യൽ സൈറ്റിലുണ്ട്. കാറ്റഗറി 1, 2, 3, 4 ഉണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാണ് തോന്നുന്നു ഇതിനകത്ത് ഉള്ളത്. അതുപോലെ തന്നെ സിലബസ് ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പോൾ കാറ്റഗറി 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ട് സിലബസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ കഴിഞ്ഞ കേട്ടറ്റ് റിസൾട്ടുകളെ കുറിച്ചും പിന്നെ വരുന്ന അപ്ഡേറ്റുകളും ഒക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന അഡ്മിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളിവിടെ അഡ്മിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, ആപ്ലിക്കേഷൻ ID കൊടുക്കുക, അതിനുശേഷം കാറ്റഗറി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 4 കാറ്റഗറി മാറ്റി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ കാറ്റഗറി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ID ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ കാറ്റഗറി ഒന്ന് മാറ്റി കൊടുത്താൽ അതിൻ്റെ ഹോൾ ടിക്കറ്റ് കിട്ടേണ്ടതാണ്. നോർമലി അത് കിട്ടേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ കേട്ടറ്റിൻ്റെ കോൾ സെൻറ്ററിലേക്ക് വല്ലതും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക എന്നേ പറയാൻ പറ്റത്തുള്ളൂ. സാധാരണ രീതിയിൽ അത് കിട്ടേണ്ടതാണ്, പ്രോബ്ലം ഒന്നും ഇല്ലാതെ. ഇനിയിപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ആപ്ലിക്കേഷൻ IDയുടെ കാര്യം പറയുവാണെങ്കിൽ അത് നിങ്ങളുടെ അന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അതല്ലാതെ ഇപ്പോൾ ചിലപ്പോൾ മെയിലിലോ ഫോണിനകത്തേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ നേരത്തെ ഇപ്പോൾ അപ്ലൈ ചെയ്യാറില്ല. ഓക്കെ, അതുകൊണ്ട് മിക്കവാറും എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രിൻ്റ് ഔട്ടിനകത്ത് ഇത് രണ്ടും ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഇതിൽ ഓരോ പേപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ആ പേപ്പർ നിങ്ങൾ കളഞ്ഞു കഴിഞ്ഞാൽ പ്രിൻ്റ് ഔട്ട് ഫസ്റ്റ് പ്രിൻ്റ് ഔട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത് ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വെച്ചോണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ എങ്കിലും എടുത്ത് എവിടെയെങ്കിലും സെക്യൂർ ആയിട്ട് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം ഈ ആപ്ലിക്കേഷൻ നമ്പർ IDയും വെച്ചിട്ടാണ് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഞാൻ വേറൊരു കമൻറ്റ് കൂടി കണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നമ്പർ ആപ്ലിക്കേഷൻ നമ്പർ ആപ്ലിക്കേഷൻ ID അത് കളഞ്ഞു പോയി. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രിൻ്റ് ഔട്ട് മിസ്സായി പോയി എന്ന് കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കേട്ടറ്റ് 25 നോട്ടിഫിക്കേഷൻ്റെ അവിടെ ഡൗൺലോഡ് രജിസ്ട്രേഷൻ കാൻഡിഡേറ്റ് ലോഗിൻ അഡ്മിറ്റ് കാർഡ്. രജിസ്ട്രേഷൻ ഓൾറെഡി ഇനാക്റ്റീവ് ആയിട്ടുണ്ടാവും. നമുക്കതിനകത്ത് കാൻഡിഡേറ്റ് ലോഗിൻ കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ പേജിലേക്ക് നമുക്ക് പോകും. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ IDയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാം. അവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഫോർഗെറ്റ് ആപ്ലിക്കേഷൻ നമ്പർ ഓർ ID. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ പ്രിൻ്റ് ഔട്ട് ഇല്ല, ഇനിയിപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറോ ആപ്ലിക്കേഷൻ ID ആയിട്ടൊരു എന്താണ് ഒരു രീതിയിലും കിട്ടുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഞാൻ ഉറപ്പ് പറയില്ല, കാരണം ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിനകത്ത് ഇങ്ങനെ കണ്ട കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മിക്കവാറും കിട്ടേണ്ടതാണ്. ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ മിക്കവാറും കിട്ടേണ്ടതാണ്. കാരണം ഇതിനകത്ത് നമുക്കിത് ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ IDയും മറന്നു പോയാൽ ഇതെങ്ങനെ കിട്ടാം എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് വർക്കിംഗ് ആയിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് സെലക്ട് അപ്ലൈഡ് എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ്, ഇതിനകത്ത് നമുക്ക് എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ കോഴിക്കോട് സെലക്ട് ചെയ്തു. നെയിം മിനിമം 3 ലെറ്റേഴ്സ്, നെയിമിൻ്റെ ആദ്യത്തെ ഒരു 3 ലെറ്റർ അടിച്ചു കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ IDയും കിട്ടുമെന്നാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ കിട്ടുമായിരിക്കും. ഇനി നിങ്ങൾക്ക് ആദ്യത്തെ ആ പ്രിൻ്റ് ഔട്ട് എങ്ങനെ കളഞ്ഞു പോയെങ്കിൽ നിങ്ങളിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഞാൻ അത്രയും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അഡ്മിറ്റ് കാർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്താലും എക്സാം സെൻറ്ററിൽ ചെന്നിട്ട് അത് ആവശ്യമുണ്ട്. എക്സാമിന് അഡ്മിറ്റ് കാർഡ് ഇല്ലാണ്ട് എന്തായാലും എഴുതിപ്പിക്കത്തില്ല. അത് മാത്രമല്ല അതിനകത്ത് ഇൻവിജിലേറ്ററുടെ സൈൻ ആ സമയത്ത് നമുക്ക് കിട്ടും. ആ അഡ്മിറ്റ് കാർഡ് പിന്നെയും നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അതായത് നമ്മുടെ റിസൾട്ട് വരുന്നവരെ, ഇപ്പോൾ റിസൾട്ട് വന്ന് പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ അഡ്മിറ്റ് കാർഡുമായിട്ട് എന്നാലാണ് നമുക്ക് ഫർദർ പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടറ്റ് വെരിഫിക്കേഷൻ ചെയ്യണമെങ്കിലും ഫൈനലി നമുക്ക് കേട്ടറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ ഈ നമ്മുടെ എന്താണ്
ഈ ഒരു അഡ്മിറ്റ് കാർഡ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് കളയാതെ സൂക്ഷിച്ച് വെക്കുക. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കളയാതെ സൂക്ഷിച്ച് വെച്ചോണം. വേണമെങ്കിൽ എവിടെയെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അപ്ലോഡ് മീൻസ് സേവ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്ത് വെച്ചോണം. പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ ആ രീതിയിൽ അത് സെക്യൂർ ആക്കി വെച്ചോണം. ഓക്കെ. കാരണം പിന്നെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ. പിന്നെ അതിനെന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ കുറേ ഓടേണ്ട വരും അതിൻ്റെ പുറകെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിങ്ങനെ സെക്യൂർ ആക്കി വെച്ചോണം. ഓക്കെ. കാരണം നമുക്ക് ഈ കാറ്റൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ രണ്ട് പ്രിൻ്റ് ഔട്ടുകൾ നമുക്കുള്ളൂ. ഒന്നാമത്തെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രിൻ്റ് ഔട്ട്, ആപ്ലിക്കേഷൻ നമ്പർ ആപ്ലിക്കേഷൻ ഐ ഡി ഉള്ള പ്രിൻ്റ് ഔട്ട്. രണ്ടാമത്തെ അഡ്മിറ്റ് കാർഡ്. ഓക്കെ. അപ്പോൾ ഇത് ഈ രണ്ട് പ്രിൻ്റ് ഔട്ടേ ഉള്ളൂ. അപ്പോൾ അത് സെക്യൂർ ആക്കി വെക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണ്. ഓക്കെ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്പർ ആപ്ലിക്കേഷൻ ഐ ഡി ഒക്കെ മറന്നു പോയവർ, പ്രിൻ്റ് ഔട്ട് നഷ്ടപ്പെട്ടു പോയവരൊക്കെ ഈ മെത്തേഡൊക്കെ ഒന്ന് നോക്കുക. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.